അച്ഛൻ്റെ കൂടെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമായിരുന്നു കേട്ടോ അത് അവസാന ദിവസമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയുന്നായിരുന്നില്ല. അല്ലെങ്കിലും ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യാൻ മനുഷ്യന് പറ്റില്ലല്ലോ. എല്ലാ ദിവസവും പോലെ അന്ന് അച്ഛൻ കുടിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ അന്ന് അച്ഛൻ കുടിച്ചില്ല. എന്തുകൊണ്ട് അച്ഛൻ കുടിച്ചില്ല എനിക്ക് അറിയില്ല കേട്ടോ. അച്ഛൻ ജോലിക്ക് പോയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അച്ഛൻ്റെ കയ്യിലന്ന് പൈസ ഒന്നും ഉണ്ടായില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എനിക്ക് വലിയ വയസ്സൊന്നും ഇല്ല കേട്ടാ. ഞാൻ ചെറിയ കുട്ടിയാ. അച്ഛൻ വീട്ടിലുള്ള ദിവസങ്ങളൊക്കെ ഞാനായിരിക്കും അച്ഛൻ്റെ കമ്പനി. അന്ന് ഞാൻ അച്ഛനും കൂടി പുറത്തേക്ക് നടക്കാനിറങ്ങി. എൻ്റെ അമ്മ വീട് ഞങ്ങൾ നിന്നിരുന്ന വീടിന്റെ കുറച്ചെടുത്താ. ഞാൻ അച്ഛനും കൂടി അമ്മ വീട്ടിലേക്ക് വന്ന് അവിടെ അമ്മാമനെ കണ്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വൈകുന്നേരം ഇപ്പൊ അമ്മ ജോലി കഴിഞ്ഞു വന്നു. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ വഴക്കൊന്നും ഇല്ലാത്ത നോർമലായ ഒരു ദിവസം. പക്ഷെ അച്ഛനമ്മയും തമ്മിൽ ചെറിയൊരു പണക്കുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ വിഷയം അച്ഛന്റെ മദ്യപാനം തന്നെയായിരുന്നു. എന്ത് ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അന്ന് വീട്ടിൽ വഴക്കുണ്ടായിട്ടില്ല. അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി. അമ്മ താഴെ തറയിൽ പായ വരിച്ച് കിടക്കാറ്. ഞാൻ അച്ഛന്റെ കൂടെ കട്ടിലാണ് കിടക്കാറ്. അന്നായിരുന്നു ഞാൻ അവസാനമായിട്ട് അച്ഛന്റെ കൂടെ കിടന്നുറങ്ങിയത്. ആ ഉറക്കച്ഛൻ പിന്നെ ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല. ചില കാര്യങ്ങളുടെ വിലയെ നമുക്ക് ജീവിതത്തിൽ മനസ്സിലാവണമെങ്കിൽ അത് എന്നേക്കുമായിട്ട് ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവണം.